നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കങ്കാരുവിനെ ഓർമ്മിപ്പിക്കുന്ന തലയും നായുടെ വലിപ്പം മാത്രമുള്ളതും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വളഞ്ഞ കോമ്പല്ലുകളുമുള്ള, എന്നാൽ മാൻ വർഗത്തിൽ പെട്ടതുമായ ഈ മൃഗത്തെ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കസ്തൂരിമാൻ ആണ്. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗമായ കസ്തൂരിമാൻ, മസ്ക് ഡീർ എന്നും അറിയപ്പെടുന്ന കസ്തൂരിമാൻ ഹിമാലയത്തിലെ പരുക്കൻ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മൃഗമാണ്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും സുഗന്ധദ്രവ്യങ്ങളിലും ഉപയോഗിക്കുന്ന കസ്തൂരി ഉണ്ടാകുന്നത് ഇവയുടെ സവിശേഷമായ കസ്തൂരി ഗ്രന്ഥിയിൽ നിന്നാണ്. കസ്തൂരിമാൻ മറ്റുള്ള സെർവിഡ് ഇനത്തിൽപ്പെട്ട മാനുകളെക്കാൾ താരതമ്യേന ചെറുതാണ്. വ്യത്യസ്തമായ നിരവധി ശാരീരിക സവിശേഷതകൾ ഇവക്കുണ്ട്. പ്രായപൂർത്തിയായ ആൺ കസ്തൂരിമാൻ സാധാരണയായി പെൺമാനിനേക്കാൾ വലുതാണ്. ശരീരത്തിന്റെ നീളം 70 മുതൽ 120 സെന്റിമീറ്റർ വരെയും തോളിന്റെ ഉയരം 60 മുതൽ 70 സെന്റിമീറ്റർ വരെയുമാണ്. ഘനം കൂടിയ കഴുത്ത്, ചെറിയ കാലുകൾ, ഒതുക്കമുള്ള ശരീരം എന്നിവയാണ് ഇവയുടെ സവിശേഷത. കസ്തൂരി മാനുകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത ജനനേന്ദ്രിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കസ്തൂരി ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥി ശക്തമായ മണമുള്ള പദാർത്ഥം സ്രവിക്കുന്നു. ഇത് പണ്ടുകാലം മുതൽക്കേ സുഗന്ധദ്രവ്യങ്ങളിലും പരമ്പരാഗത മരുന്നുകളിലും ഉപയോഗിച്ചുവരുന്നുണ്ട്. പുരുഷന്മാരിൽ കസ്തൂരി ഗ്രന്ഥി കൂടുതൽ വികസിക്കുകയും അവരുടെ പ്രത്യുത്പാദന സ്വഭാവത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. പുരുഷ മാനുകളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ജനനേന്ദ്രിയത്തിന്റെയും നാഭിയുടെയും ഇടയിലാണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. മാനുകളുടെ രോമങ്ങൾ ഇടതൂർന്നതും ചുവപ്പ് കലർന്ന തവിട്ട് നിറമോ കടും തവിട്ട് നിറമോ ആണ്. ചാരനിറത്തിലുള്ള പുള്ളികളും ഇവയുടെ രോമങ്ങളിൽ കണ്ടുവരുന്നു. സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ഇത് അവയെ ശത്രുക്കളിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നു. മറ്റു മാനുകളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് കൊമ്പുകൾ ഇല്ലെങ്കിലും വലിയ ചെവികളും വളരെ ചെറിയ വാലും ഉണ്ട്. പുരുഷന്മാർക്ക് നീളമുള്ള കോമ്പല്ലുകൾ വായിൽ നിന്ന് താഴേക്ക് നീണ്ടു നിൽക്കുന്നു. അവയ്ക്ക് മാൻ ഇനങ്ങളിൽ പൊതുവെ കാണപ്പെടാറില്ലാത്ത പിത്താശയവും ഉണ്ട്. ഹിമാലയൻ കസ്തൂരിമാനുകളുടെ കുളമ്പുകൾക്ക് റബ്ബർ പോലെയുള്ള ഒരു ആവരണം ഉണ്ട്. ഇത് മിനുസമാർന്ന പാറകളെ ഫലപ്രദമായി പിടിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. പാറക്കെട്ടുകളിലൂടെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള ചലനത്തിനും തെന്നി വീഴുന്നതു തടയുന്നതിനും ഇത് സഹായിക്കുന്നു. കസ്തൂരിമാനുകളുടെ കുളമ്പുകളിൽ കെരാറ്റിൻ എന്ന കടുപ്പമുള്ള പ്രോട്ടീൻ ഉണ്ട്. ഈ കെരാറ്റിൻ പാളി കുളമ്പിന്റെ ഈട് വർദ്ധിപ്പിക്കുന്നു. പരുക്കൻ ഭൂമിയിൽ കേടുപാടുകൾ കൂടാതെ സഞ്ചരിക്കാൻ ഇത് അത്യാവശ്യമാണ്. നേപ്പാൾ, ഇന്ത്യ, ഭൂട്ടാൻ, ടിബറ്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ഹിമാലയത്തിലെ പർവ്വതപ്രദേശങ്ങളാണ് കസ്തൂരി മാനുകളുടെ ജന്മദേശം. ഭാരതത്തിൽ ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തരകാശി, ഹിമാചൽ പ്രദേശ്, കാശ്മീർ എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1800 മുതൽ 4500 മീറ്റർ വരെ ഉയരമുള്ള വിവിധ പ്രദേശങ്ങളിൽ അവർ വസിക്കുന്നു. പൈൻ, ദേവദാരു മുതലായ വൃക്ഷവർഗത്തിൽപ്പെട്ട സസ്യങ്ങളും ഇടതൂർന്ന വനപ്രദേശങ്ങളുമാണ് അവരുടെ ഇഷ്ടപ്പെട്ട ആവാസവ്യവസ്ഥകൾ. ഈ ചുറ്റുപാടുകൾ വേട്ടക്കാരിൽ നിന്ന് മതിയായ സംരക്ഷണവും അവ ഭക്ഷിക്കുന്ന വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഹിമാലയ പർവ്വതനിരകളിൽ കാണുന്ന കേദാർ പാതി എന്നുപേരുള്ള ഒരുതരം സസ്യമാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. കനത്ത മഞ്ഞുവീഴ്ചയും കടുത്ത താപനിലയും ഉൾപ്പെടെ ഹിമാലയത്തിലെ കഠിനമായ കാലാവസ്ഥയുമായി മാനുകൾ നന്നായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നു. കഠിനമായ കാലാവസ്ഥയിൽ ഇടതൂർന്ന അടിത്തട്ടിലോ പാറക്കെട്ടുകളിലോ അവർ സാധാരണയായി അഭയം തേടുന്നു. കസ്തൂരി മാനുകൾ ഏകാന്തത ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണ്. എന്നിരുന്നാലും പ്രജനനകാലത്തോ സമൃദ്ധമായ ഭക്ഷ്യവിഭവങ്ങളുള്ള പ്രദേശങ്ങളിലോ ഇവ കൂട്ടമായി കാണാറുണ്ട്. ആൺ കസ്തൂരി മാനുകൾ അവരുടെ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും അവരുടെ കസ്തൂരി ഗ്രന്ഥികളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നു. ഈ സുഗന്ധദ്രവ്യം കൊണ്ടുള്ള അടയാളങ്ങൾ പലപ്പോഴും മരങ്ങളിലോ പാറകളിലോ നിലത്തോ ആയിരിക്കും ഉണ്ടാകുക. ഇത് മറ്റ് ആൺ കസ്തൂരിമാനുകൾക്കുള്ള ആശയവിനിമയ ഉപകരണമായി പ്രവർത്തിക്കുകയും മറ്റൊരു മാനിന്റെ അതിർത്തിയാണെന്ന സൂചനയും കൊടുക്കുന്നു. ശരത്കാലത്തിന്റെ അവസാനത്തിലും ശൈത്യകാലത്തിന്റെ തുടക്കത്തിലും സംഭവിക്കുന്ന ഇണചേരൽ സീസണിൽ പെൺമാനുകളെ ആകർഷിക്കുന്നതിനും എതിരാളികളെ അകറ്റുന്നതിനുമായി പുരുഷന്മാർ പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുകയും നാഭിയിലൂടെയും കുളമ്പുലാക്കിടയിലൂടെയും കസ്തൂരിയുടെ സുഗന്ധം കൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാലയളവ് ആൺമാനുകൾക്കിടയിൽ വർദ്ധിച്ച ആക്രമണോത്സുകത കണ്ടുവരുന്നു. പ്രജനനകാലം അവസാനിച്ചുകഴിഞ്ഞാൽ മാനുകൾ അവരുടെ ഏകാന്ത ജീവിതശൈലിയിലേക്ക് മടങ്ങുന്നു. പെൺമാനുകൾ ഏകദേശം 6 മുതൽ 7 മാസം വരെ ഉള്ള ഗർഭകാലത്തിനു ശേഷം വസന്തകാലത്തോ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലോ 1-2 കുട്ടികൾക്ക് ജന്മം നൽകുന്നു. പുള്ളികളുള്ള രോമാവൃതമായ ശരീരത്തോടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇത് അവയുടെ സ്വാഭാവിക പരിതസ്ഥിതിയിൽ ശത്രുക്കളിൽ നിന്ന് മറയ്ക്കുന്നു. ജനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളുടെ മുലകുടി മാറും. എങ്കിലും അവരുടെ ആദ്യകാല വളർച്ചയുടെ സമയത്ത് സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി അമ്മയെ ആശ്രയിക്കുന്നത് തുടരുന്നു. മാൻകുഞ്ഞുങ്ങൾ സാധാരണയായി 1.5 മുതൽ 2 വയസ്സുവരെ പ്രായമാകുമ്പോൾ ലൈംഗിക പക്വത പ്രാപിക്കുന്നു.
കാട്ടിൽ കസ്തൂരി മാനുകൾക്ക് ശരാശരി 8 മുതൽ 10 വർഷം വരെ ആയുസ്സുണ്ട്. എന്നിരുന്നാലും ചില മാനുകൾ സംരക്ഷിത ചുറ്റുപാടുകളിൽ കൂടുതൽ കാലം ജീവിച്ചേക്കാം. വേട്ടയാടൽ, ഭക്ഷണ ലഭ്യത, ആവാസ് വ്യവസ്ഥകൾ തുടങ്ങിയ ഘടകങ്ങളാൽ അവയുടെ ആയുസ് സ്വാധീനിക്കപ്പെടുന്നു. കസ്തൂരി മാൻ സസ്യഭുക്കുകളാണ്. കാലാനുസൃതമായ ലഭ്യതയെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമം ആണ് ഇവർക്കുള്ളത്. ഇലകൾ, ചില്ലകൾ, പഴങ്ങൾ, പുല്ലുകൾ എന്നിവയാണ് ഇവയുടെ പ്രാഥമിക ഭക്ഷണ സ്രോതസ്സുകൾ. വേനൽക്കാലത്ത് അവർ പലതരം പച്ച സസ്യങ്ങളും ഔഷധസസ്യങ്ങളും കഴിക്കുന്നു. കേദാർപാതി എന്ന ഔഷധസസ്യം കസ്തൂരിമാനുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ശൈത്യകാലത്ത് അവർ ഇലകളെയും പുറംതൊലിയെയും കൂടുതൽ ആശ്രയിക്കുന്നു. അവരുടെ ഭക്ഷണക്രമം പർവ്വതപ്രദേശങ്ങളിൽ ലഭ്യമായ പ്രത്യേക സസ്യജീവിതവുമായി പൊരുത്തപ്പെട്ടതാണ്. അവയുടെ ഭക്ഷണശീലങ്ങൾ അവയുടെ ആവാസവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വനപ്രദേശങ്ങളിൽ അവർ കുറ്റിച്ചെടികളിലും ചെറിയ വൃക്ഷങ്ങളിലും മേഞ്ഞു നടക്കുന്നു. അതേസമയം ആൽപൈൻ പ്രദേശങ്ങളിൽ പൈൻ, ദേവദാരു തുടങ്ങിയ വൃക്ഷങ്ങൾ ഉള്ള സ്ഥലങ്ങളിലും ഇവർ തീറ്റ അന്വേഷിച്ചു നടക്കുന്നു. കഠിനമായ ശൈത്യകാലത്ത് ആരോഗ്യം നിലനിർത്താൻ പോഷകങ്ങളും ഊർജ്ജവും അടങ്ങിയ സസ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഭക്ഷിക്കാൻ കസ്തൂരിമാനുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ആവാസവ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും കാരണം കസ്തൂരി മാൻ നിരവധി സംരക്ഷണ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവരുടെ കസ്തൂരി ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കസ്തൂരിയുടെ ആവശ്യം അവരുടെ സംഖ്യയിൽ കാര്യമായ കുറവുണ്ടാക്കി. കസ്തൂരി വ്യാപാരത്തിന് അന്താരാഷ്ട്ര നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും അനധികൃത വേട്ടയാടൽ ഗുരുതരമായ ഭീഷണിയായി തുടരുന്നു. മരം മുറിക്കൽ, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ മൂലമുള്ള ആവാസവ്യവസ്ഥയുടെ നാശം കസ്തൂരി മാനിന്റെ എണ്ണം കുറയാൻ ഇടയാക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം അവരുടെ ആവാസ് വ്യവസ്ഥയിലും ഭക്ഷ്യലഭ്യതയിലും മാറ്റം എന്നിവയും ഇവരുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഹിമാലയത്തിലെ വിവിധ സംരക്ഷിത പ്രദേശങ്ങളിലും വന്യജീവി സങ്കേതങ്ങളിലും കസ്തൂരി മാനുകൾക്ക് സുരക്ഷിത താവളമൊരുക്കുന്നതിലൂടെയും ഹിമാലയത്തിന്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിലൂടെയും വേട്ടയാടൽ കുറയ്ക്കുന്നതിനുള്ള ബോധവത്കരണ പരിപാടികളിലൂടെയും ഇവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള സംരക്ഷണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സഹകരണവും വന്യജീവി സംരക്ഷണ നിയമങ്ങളുടെ കർശനമായ നിർവഹണവും ഈ തനതായ ജീവിവർഗത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിന് നിർണായകമാണ്. ഇന്ത്യയിൽ ഏതൊക്കെ വന്യജീവിസങ്കേതത്തിൽ അല്ലെങ്കിൽ സൂവിൽ ആണ് കസ്തൂരി മാൻ ഉള്ളത് എന്ന് അറിയുന്നവർ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. രസകരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.